കഴിഞ്ഞ ഐ പെൻറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, ആ ഐ പെൻഡൻ്റ് ഒന്ന് ചെയ്യാമോ എന്ന്. അപ്പോൾ നമ്മളിന്ന് അതാണേ ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സേഫ്റ്റിയാണ് മസ്റ്റ്. അല്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡിസ്ക്ലെയിമറാണ്. അപ്പോൾ ഞാൻ ആ പെൻഡൻറ്റ് ചെയ്തത് മോൾഡിലാണ്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അല്ലാതെ പെൻഡൻറ്റ് വെച്ചിട്ട് UVയിലാണ് ചെയ്യുന്നത്. മറ്റത് നമ്മൾ റെസിനിൽ ചെയ്തതാണ്. റെസിനിലാണെങ്കിൽ മോൾഡിൽ ഫുള്ളായിട്ട് റെസിൻ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ചെറുതാണേ, വലുതൊന്നും അങ്ങനെ ചെയ്ത് കളയരുത്. ഒന്നുകിൽ ഒരു ലെയർ ഒഴിച്ച് ഇത് ചെയ്യും പോലെ ആക്കിയിട്ട് ചെയ്താൽ മതി. ഇതിപ്പം മറ്റേ നോർമൽ റെസിനാണ് ചെയ്യുന്നതെങ്കിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നിങ്ങൾ മുക്കി വെച്ചാൽ മതി. സോ അത് സിമ്പിളാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലോ ടോർച്ചോ എന്തെങ്കിലും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. ഇനി ഇതിൽ ഞാൻ പല ഷേപ്പ് വെച്ച് കൊടുത്ത് നോക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലൊന്ന് സൂട്ടായത് ആ ഒരു ഓവൽ ഷേപ്പാണ്. കാരണം ഇനിയും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഇടാൻ താമസിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി പെൻഡൻ്റെ സൈസിൽ ഒരു 2 സെൻറ്റിമീറ്ററോ 1 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്ററോ അത്രയൊക്കെ ആയിരിക്കും. അത് ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും ചെറുതായിട്ട് വെച്ച് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് തരുന്നതാണ്. OHP ഷീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഒരു ലെയർ ഓഫ് റെസിൻ ഒഴിക്കുക, UV റെസിൻ. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ OHPയുടെ ട്രാൻസ്പാരൻറ്റ് പ്രിൻ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 3 പ്രാവശ്യം 60 സെക്കൻഡിൽ ഹീറ്റ് ചെയ്യുക. അത് നമുക്ക് നല്ല പോലെ റെസിന് ക്യൂർ ചെയ്ത് കിട്ടും. 1 പ്രാവശ്യം 2 പ്രാവശ്യം വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഉണങ്ങാൻ ഇച്ചിരി പാടാണ്. സോ 3 പ്രാവശ്യം 60 സെക്കൻഡിൽ വെച്ച് കഴിഞ്ഞാൽ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും. ഇനിയാണ് നമ്മൾ ഫൈനൽ കോട്ട് ലെയർ എന്ന് പറയുന്നത്. അത് ഫുള്ളായിട്ട് ഇങ്ങനൊരു ബൾക്കി ആയിട്ട് നിൽക്കുന്ന രീതിക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബ്ലോ ടോർച്ച് ഇട്ട് ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയുക. കളഞ്ഞതിന് ശേഷം UV റെസിനിലോട്ട് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതും 3 പ്രാവശ്യം നിങ്ങൾ വെച്ച് കൊടുക്കുക. ഇതേപോലെ ഡ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പ്ലക്കർ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ നമുക്ക് പ്രിസർവായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനതൊരു കീ ചെയിൻ ആയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ബൈ.